നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രൂഡ് ഓയിലിൻ്റെ വിലക്കയറ്റവും വിനിമയ വിപണിയിൽ ജപ്പാനീസ് യെന്നിൻ്റെ മൂല്യത്തകർച്ചയും നിക്ഷേപകരെ റബ്ബറിലേക്ക് ആകർഷിച്ചു. ജപ്പാൻ ഒസാക്കയിൽ റബ്ബർ കിലോ 350 യെന്നിന് മുകളിലെങ്കിലും ചൈനീസ് വ്യവസായികൾ ചരക്ക് സംഭരണത്തിന് ഉത്സാഹിച്ചില്ല. ലൂണാർ പുതുവത്സര അവധി ദിനങ്ങൾ മുന്നിൽ കണ്ട് ബീജിംഗ് ആസ്ഥാനമായുള്ള ടയർ നിർമ്മാതാക്കൾ ഷീറ്റ് സംഭരണം നിയന്ത്രിച്ചത് ബാങ്കോക്കിൽ റബ്ബർ വിലയെ ബാധിച്ചു. കഴിഞ്ഞ വാരം കനത്ത മഴ മൂലം തായ്ലൻഡിൽ പല ഭാഗങ്ങളിലും ടാപ്പിംഗ് സ്തംഭിച്ചതിനാൽ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ ചരക്ക് നീക്കം ശക്തമല്ല. കേരളത്തിൽ രാത്രി താപനില കുറഞ്ഞതോടെ റബ്ബർ മരങ്ങളിൽ നിന്നുള്ള പാൽ ലഭ്യത ഉയർന്നു. അതേസമയം ചില പ്രദേശങ്ങളിൽ ഉയർന്ന പകൽ ചൂട് നിമിത്തം തോട്ടങ്ങളിൽ ഇലപൊഴിച്ചിൽ വ്യാപകമായത് ഉൽപ്പാദകർക്ക് തിരിച്ചടിയായി. റബ്ബറിൻ്റെ വിലക്കയറ്റം കണ്ട് ടാപ്പിങ്ങിന് വൻകിട തോട്ടങ്ങൾ കൂടുതൽ ഉത്സാഹം കാണിക്കുന്നു. ഇലപൊഴിച്ചിൽ മൂലം പല തോട്ടങ്ങളിലും റബ്ബർ വെട്ട് അല്പം മന്ദഗതിയിലാണ്. ഇതിനിടയിൽ മധ്യകേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം മഴ അനുഭവപ്പെട്ടത് ഉൽപ്പാദകർക്ക് പ്രതീക്ഷ സമ്മാനിക്കുന്നു. വ്യവസായികൾ തുടർച്ചയായി രണ്ടാം ദിവസവും ഷീറ്റ് വില ഉയർത്തി 188 രൂപയിൽ വിൽപ്പനയ്ക്ക് തുടക്കം കുറിച്ച 4ാം ഗ്രേഡ് 189 രൂപയായി. കൊച്ചിയിൽ 5ാം ഗ്രേഡ് 185 രൂപയിലും ഇടപാടുകൾ നടന്നു. ഹൈറേഞ്ച് തോട്ടങ്ങളിൽ മുളകുമണികൾ വിളവെടുപ്പിന് സജ്ജമാകുന്നു. ഉൽപ്പാദനം ഒട്ടുമിക്ക തോട്ടങ്ങളിലും കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് കുറയുമെന്ന വിലയിരുത്തലുകൾ ആകർഷകമായ വിലയ്ക്ക് വഴി തെളിക്കാമെന്ന വിശ്വാസത്തിലാണ് ഉൽപ്പാദകർ. ഇതിനിടയിൽ വിയറ്റ്നാം ഡിസംബറിൽ 22,475 ടൺ കുരുമുളക് കയറ്റുമതി നടത്തി. എന്നാൽ ചരക്ക് ക്ഷാമം മൂലം വിദേശ കരാറുകൾ പലതും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് സൂചന. രാജ്യാന്തര മാർക്കറ്റിലെ സ്ഥിതിഗതികൾ കണക്കിലെടുത്താൽ ഇവിടെ വിളവെടുപ്പ് വേളയിൽ ഉയർന്ന വില മുളകിന് നിലനിർത്താനാവും. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് കിലോ 692 രൂപയിൽ തുടർച്ചയായ 5ാം ദിവസവും വിപണനം നടന്നു. ലേല കേന്ദ്രങ്ങളിൽ ഏലയ്ക്ക പ്രവാഹം. വാരാന്ത്യ ദിനം 2 ലേലങ്ങളിലായി 2.5 ലക്ഷം കിലോ ചരക്ക് വിൽപ്പനയ്ക്കിറങ്ങി. ആഭ്യന്തര വിദേശ വാങ്ങലുകാർ ഏലയ്ക്ക സംഭരിക്കാൻ ഉത്സാഹിച്ചത് വില മെച്ചപ്പെടുത്തി. മൊത്തം 2,56,687 കിലോ ഏലയ്ക്ക വിൽപ്പനയ്ക്കെത്തിയതിൽ 2,51,671 കിലോയും ഉത്തരേന്ത്യൻ വാങ്ങലുകാർക്കൊപ്പം കയറ്റുമതി സമൂഹവും ചേർന്ന് ശേഖരിച്ചു. വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോ 3,337 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,586 രൂപയിലും കൈമാറ്റം നടന്നു. കേരളം തമിഴ്നാട് വിപണികളിൽ വെളിച്ചെണ്ണ വില സ്റ്റഡിയായി നീങ്ങിയെങ്കിലും വ്യവസായികൾ കൊപ്രയോട് കാണിച്ച താൽപ്പര്യം കാങ്കയത്ത് ഉൽപ്പന്ന വില കിൻഡലിന് 100 രൂപ ഉയർത്തി. പല ഭാഗങ്ങളിലും മൂത്ത് വിളഞ്ഞ നാളികേരം വിളവെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് വൻകിട തോട്ടങ്ങൾ. പൊങ്കലിനോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ തേങ്ങയ്ക്ക് ആവശ്യം ശക്തമായത് വിപണിയിൽ അനുകൂല തരംഗം ഉളവാക്കി. ഈ അവസരം നേട്ടമാക്കാനാവുമെന്ന നിഗമനത്തിലാണ് കൊപ്ര സ്റ്റോക്ക് എടുക്കുന്നവർ. തുടർച്ചയായ 2ാം ദിവസവും കാങ്കയത്ത് കൊപ്ര വില ഉയർന്ന് 17,200 രൂപയായി. അതേസമയം വെളിച്ചെണ്ണ വിലയിൽ മാറ്റമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.